ഹായ്, ഞാൻ ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു പാറ്റേണിലാണ്. ആദ്യം നമ്മൾ എഡിറ്റോറിയലാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് ആദ്യത്തെ 3-4 പേജ് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് അതിൽ ന്യൂസുകളൊന്നും വലുതായിട്ട് ഉള്ളതായിട്ട് തോന്നിയില്ല. ലാസ്റ്റിൽ നമുക്ക് അതിലേക്ക് പോകാം. പക്ഷേ എന്തായാലും നമ്മൾ അവിടെ ഒന്ന് ഒരു ഓട്ട പ്രദർശനം നടത്തും. അപ്പോൾ കൂടുതൽ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇവിടെ തൊട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഡിറ്റോറിയൽ, ഫസ്റ്റ് എഡിറ്റോറിയൽ, ന്യൂ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ് ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഈ ന്യൂ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ G7 ഇപ്പൊ നടന്ന അപ്പുലിയ എന്ന് പറഞ്ഞ ഇറ്റലിയിലെ സ്ഥലത്ത് നടന്ന സമ്മിറ്റിനെ കുറിച്ചാണ്. ഈ അപ്പുലിയയിൽ G7 സമ്മിറ്റ് നടക്കുന്നത്. എല്ലാ വർഷവും G7 സമ്മിറ്റ് നടക്കാറുണ്ട്. G7 കൺട്രീസ് എന്ന് പറയുന്നത് USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ, ഈ 4 രാജ്യങ്ങളാണ്. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം ഒരു രാജ്യമായിരിക്കും എല്ലാ വർഷത്തെ ഹോസ്റ്റ്. അടുത്ത വർഷത്തെ ഹോസ്റ്റ് കാനഡയാണ്. അപ്പൊ കാനഡയിലും ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കാനഡ ഇന്ത്യയുള്ള ബന്ധം G7 രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ബന്ധം ഇന്ത്യക്ക് കാനഡയുമായിട്ടാണ്. അത് മെയിൻലി ഖാലിസ്ഥാനി ഇഷ്യൂ ആണ്. ഖാലിസ്ഥാനി ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഖാലിസ്ഥാനി ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് ആണ്. ഇന്ത്യയുടെ പഞ്ചാബിനെ ഖാലിസ്ഥാൻ എന്നുള്ള പേരിൽ ഒരു സെപ്പറേറ്റ് നേഷനാക്കി മാറ്റുക, സിഖുകാരുടെ രാജ്യമാക്കി മാറ്റുക. പണ്ട് നമുക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് രാജ്യം വേണമെന്ന് പറഞ്ഞ് നിരാഷ്ട്രവാദം, 2 നേഷൻ തിയറിയും ആയിട്ട് വന്ന മുഹമ്മദ് അലി ജിന്ന സെപ്പറേറ്റ് രാജ്യം മേടിച്ച് പോയതുപോലെ ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് രാജ്യം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ കാനഡയിലും അതുപോലെ ഓസ്ട്രേലിയയിലും ബ്രിട്ടനിലും ഒക്കെ ഉണ്ട്. അവർ ഭയങ്കര സമ്പന്നരാണ്. അവിടെ പോയി മൈഗ്രൻസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ യുവമാര് കാനഡയിൽ വലിയ വിഷയമാണ്. അവർ പൊളിറ്റിക്കലി ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫോഴ്സും ആണ്. ഈ ട്രൂഡോയുടെ പാർട്ടി ഇപ്പൊ ഇന്ത്യയിൽ മോഡിക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും സപ്പോർട്ട് വേണം. ബിക്കോസ് BJP ഹാസ് നോ സിംഗിൾ മെജോറിറ്റി. ദിസ് ഈസ് ദ സെയിം സിറ്റുവേഷൻ ഇൻ കാനഡ ഫോർ ജസ്റ്റിൻ ട്രൂഡോ. ഹീസ് ഓൾസോ റണ്ണിങ് എ കോalition ഗവൺമെന്റ്. അപ്പൊ അതിലൊരു കോalition ഗവൺമെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ണർ ഒരു സിഖ് ബേസ്ഡ് പാർട്ടി ആയതുകൊണ്ട് ഇത്തരം തീവ്രവാദങ്ങളെല്ലാം അവര് കണ്ടില്ല എന്നടിക്കുകയാണ്. അപ്പൊ ഇന്ത്യയും കാനഡയും തമ്മിൽ അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ കാനഡയാണ്. അപ്പൊ പക്ഷെ കാനഡയ്ക്ക് ഇന്ത്യ ഇൻവൈറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം G7 ലാസ്റ്റ് 11 മീറ്റിംഗ്സിലും ഇന്ത്യ വാസ് ആൻ ഇൻവൈറ്റി. അതിനെക്കുറിച്ചും ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ G7 മീറ്റിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മുമ്പ് G7 എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു ഫോഴ്സ് ആയിരുന്നു. കാരണം വേൾഡിലെ ഏറ്റവും ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അവര് എല്ലാ വർഷവും കൂടിയിരിക്കും. എന്നിട്ട് ലോകത്തിലെ ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, അതുപോലെ എക്കണോമിക് പ്രോബ്ലംസ്, ഇതിനെ കുറിച്ച് ഒരു സ്റ്റഡി ചെയ്യും. ദെൻ ദേ വിൽ ഫൈൻഡ് സം സൊല്യൂഷൻസ്. ആ സൊല്യൂഷൻസ് വേൾഡിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോ ഇവരുടെ റോള് ഡിമിനിഷ്ഡ് ആയി. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് ലോകത്തുണ്ടായ എസ്പെഷ്യലി G7 കൺട്രീസിലുണ്ടായ മാനുഫാക്ചറിങ് സ്ലോ ഡൗൺസ്, അതുപോലെ കോവിഡ് പാൻഡമിക്, അതുപോലെ റഷ്യ യുക്രൈൻ കോൺഫ്ലിക്ട്, അതിനെ ബേസ് ചെയ്തുള്ള വെസ്റ്റേൺ സാങ്ഷൻസ്, അതൊക്കെ കൊണ്ട് ഈ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ടയേർഡ് ആയിട്ടുള്ള ഗ്രൂപ്പിംഗ്, ഒരു ക്ഷീണം പിടിച്ച ഒരു ഗ്രൂപ്പിംഗ് ആയിട്ട് മാറിയതുപോലെ ഇന്ന് ലോകത്തിന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗ്സ് പഴയ ഒരു ശക്തിയൊന്നുമില്ല. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ബലിക്കുന്നില്ല എന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ കുഞ്ചൻ പേരുടെ, അതുപോലെ ആയിപ്പോ G7. എന്നാലും അതിൻ്റെതായ റിലവൻസ് ഉണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്തായാലും അവർക്ക് അത് മനസ്സിലായത് കൊണ്ടും ചൈനയുടെ ഇൻഫ്ലുവൻസ് ഗ്ലോബലി കൂടുന്നത് കൊണ്ടും ഈ G7 ഇനി ഇങ്ങനെ അവര് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവർ ഗ്ലോബൽ സൗത്തിലേക്ക് ഒരു ഔട്ട്റീച്ച് നടത്തിയാണ്. ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ തേർഡ് വേൾഡ് നേഷൻസ്, 3ാം ലോക രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ, ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളും, ഇന്ത്യയൊക്കെ ഗ്ലോബൽ സൗത്ത്. ഇന്ത്യയെല്ലാം തേർഡ് വേൾഡ് കൺട്രീസ് എന്നാണ് വിളിച്ചത്. ഇപ്പൊ അങ്ങനെ വിളിക്കൂല. ഇപ്പൊ ഗ്ലോബൽ സൗത്ത് എന്നാണ് വിളിക്കുന്നത്. ആ ഗ്ലോബൽ സൗത്തിലേക്ക് ഒരു ഔട്ട്റീച്ച് നടത്തി. അപ്പൊ അവർ മെയിനായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല്, ആഫ്രിക്കൻ രാജ്യങ്ങൾ 7 പേരെയും അതുപോലെ ബ്രിക്സിൽ രാജ്യങ്ങളായ ബ്രസീൽ, ഇന്ത്യ, അതുപോലെ UAE, അങ്ങനെ 3 രാജ്യങ്ങളെ, മൊത്തം 10 രാജ്യങ്ങളെയും കൂടെ, ബ്രസീൽ, ഇന്ത്യ, UAE, ഈ 3 രാജ്യങ്ങളെയും മൊത്തം 7 ആഫ്രിക്കൻ രാജ്യങ്ങളെയും കൂടെ ഈ മീറ്റിംഗിൽ ഉൾപ്പെടുത്തി. എന്നിട്ട് ആഫ്രിക്കയിലേക്കൊക്കെ ഒരു ഔട്ട്റീച്ച് നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവർ കൂടുതൽ ബോധവാന്മാരായി. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ലാസ്റ്റ് G20 മീറ്റിംഗ് എവിടെ വെച്ചായിരുന്നു? ഡൽഹിയിൽ വെച്ചായിരുന്നു. ആ G20 മീറ്റിംഗിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഇൻസിസ്റ്റൻസ് ആയിരുന്നു, G20 ഷുഡ് ബി എക്സ്പാൻഡഡ് ആഫ്റ്റർ ഇൻക്ലൂഡിംഗ് ആഫ്രിക്കൻ യൂണിയൻ. European Union is a part of G20. Likewise, African Union also should be included inside G20 എന്നുള്ള ഒരു ആവശ്യം ഇന്ത്യ ഉന്നയിച്ചു. ആ ആവശ്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ ആഫ്രിക്കൻ യൂണിയൻ ഈസ് എ മെമ്പർ ഓഫ് G20. അപ്പൊ ആഫ്രിക്കൻ യൂണിയൻ G20 ഇൻക്ലൂഡ് ചെയ്തതിനു ശേഷം വരുന്ന G7 മീറ്റിംഗ് ആണ്. G20 അറിയാലോ, ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ്. ഇന്ത്യ അതിലെ മെമ്പർ ആണ്. G20 എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള 20 എക്കോണമീസ് ആണ്. G7 വേൾഡിലെ മോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള 7 രാജ്യങ്ങളാണെങ്കിൽ G20 എന്ന് പറഞ്ഞ വേൾഡിലെ ബിഗ്ഗസ്റ്റ് 20 എക്കോണമീസ്.
അത് ഡെവലപ്ഡ് ആയിക്കൊള്ളണമെന്നില്ല. ഇന്ത്യ is also one among the biggest 20 economies. India is the 5th largest economy in the world. So India should be inside the G20 because of the size of our GDP, gross domestic product, or economy. But at the same time, India is not a developed country. But G7, all the countries are developed nations. USA, Britain, France, Germany, Japan, Italy, ജപ്പാൻ, ഇവരെല്ലാവരും ഡെവലപ്ഡ് ആണ്. അപ്പൊ G20 ഡെവലപ്ഡ് ആയിക്കൊള്ളണമെന്നില്ല, എക്കണോമിയുടെ സൈസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ ആഫ്രിക്കൻ യൂണിയനെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തു G20-ക്കകത്ത് കഴിഞ്ഞ വർഷം. അതിനുശേഷമാണ് ഇപ്പോൾ ഈ G7 മീറ്റിംഗ് വരുന്നത്. ആ G7 മീറ്റിംഗിൽ ആഫ്രിക്കയിലേക്ക് ഔട്ട്റീച്ച് നടന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. വേൾഡിന് ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ചൈന ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വലിയ കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും നമ്മളെ ദരിദ്ര രാജ്യങ്ങളാണെന്നുണ്ടെങ്കിലും അവിടെ ഭയങ്കര റിസോഴ്സ് റിച്ച് ആണ്. നമ്മൾ ഒഡീഷ പോലെയാണ്, അതൊരു പാരഡോക്സ് ആണ്. ഒഡീഷ അല്ലെങ്കിൽ ജാർഖണ്ഡ് ഒക്കെ പോലെ. ഒഡീഷയും ജാർഖണ്ഡിലേക്ക് പ്രത്യേകത എന്താണ്? മിനറൽ റിസോഴ്സസിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റേറ്റുകളാണ്. അപ്പോൾ റിസോഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നാച്ചുറൽ റിസോഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി മെറ്റൽസ് ആൻഡ് മിനറൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും റിച്ച് ആയിട്ട് ജീവിക്കേണ്ട സ്റ്റേറ്റുകൾ ഒഡീഷയും അതുപോലെ ജാർഖണ്ഡും ഒക്കെയാണ്. പക്ഷെ അവർ പോറാണ്. ഈ പറഞ്ഞ പോലെയാണ് ആഫ്രിക്കൻ നേഷൻസ് പലതും. അവർക്ക് വളരെ റയർ ആയിട്ടുള്ള പല മിനറൽസിന്റെ നിക്ഷേപങ്ങളുണ്ട്, ഗോൾഡിന്റെ നിക്ഷേപങ്ങളുണ്ട്, പെട്രോളിയത്തിന്റെ നിക്ഷേപങ്ങളുണ്ട്. ഈ പിന്നീട് നമ്മളുടെ ഈ സുഡാൻ പോലുള്ള രാജ്യങ്ങൾ. പക്ഷേ സ്റ്റിൽ ദോസ് കൺട്രീസ് ആർ വെരി പോവർട്ടി റിഡൻ കൺട്രീസ്. അപ്പൊ ചൈന അങ്ങോട്ട് കടന്നേറ്റ് അവിടെ അവർ ഇതെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ രാജ്യങ്ങളിലേക്കുള്ള ഔട്ട്റീച്ചിനെ കുറിച്ചും ഈ മീറ്റിംഗിൽ അവർ തിങ്ക് ചെയ്തു G7. അപ്പോ അതെല്ലാം അവിടെ പറയുന്നുണ്ട്. പിന്നീട് G7 വേറൊരു എന്തുകൊണ്ട് G7 മീറ്റിംഗിൽ ഇന്ത്യക്ക് ഇത്രയും ലൈം ലൈറ്റ് കിട്ടുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നരേന്ദ്രമോദി ഈസ് എ സ്റ്റാർ അട്രാക്ഷൻ ഇൻ ഓൾ ദ G7 മീറ്റിംഗ്സ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 10 years. അത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സോണ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ഇത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പോപ്പുലാരിറ്റി, അതൊക്കെ കൊണ്ടല്ല ഞാൻ പറഞ്ഞില്ല. അത് ഈസ് എ ഫാക്ടർ, അതും ഒരു ഫാക്ടറാണ്. പക്ഷേ അതിനപ്പുറം ഇൻഡോ പസഫിക് എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട്. അവിടുത്തെ ഷോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ ഗ്രോയിങ് ഇൻഫ്ലുവൻസ് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാഡ് പോലുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നു അമേരിക്ക. ക്വാഡ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ, യു എസ് എ, ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ, 4 രാജ്യങ്ങൾ. അതുകൊണ്ടാണ് ക്വാഡ് എന്ന് പറയുന്നത്. USA, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഈ 4 രാജ്യങ്ങൾ ചേർന്ന് ക്വാഡ് കൊണ്ടുവന്നു. ഈ ക്വാഡില് ഇപ്പൊ USA അങ്ങ് കിടക്കുകയാണ്. ഇൻഡോ പസഫിക് മേഖലയ്ക്ക് തൊട്ടടുത്തൊന്നും അല്ല USA കിടക്കുന്നത്. പിന്നെ ഈ ജപ്പാനും ഓസ്ട്രേലിയയും അതുപോലെ നോക്കുകയാണെങ്കിൽ അവർ ഇന്ത്യയുടെ അത്ര പോപ്പുലേഷനോ ഈ ജപ്പാനിൽ നിന്ന് ഇന്ത്യയുടെ അത്ര ജിയോഗ്രഫിക് സ്പ്രെഡോ ഒന്നുമില്ല. ഓസ്ട്രേലിയ വലുതാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും ചൈനയുടെ ആ ഒരു മൈറ്റിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഇൻഡോ പസഫിക് മേഖലയിലെ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് G7 നന്നായിട്ട് അറിയാം. US അറിയാവുന്ന പോലെ ഉള്ള G7 നന്നായിട്ട് അറിയാം. അതാണ് ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അവർ ഇൻഡിസ്പെൻസിബിൾ ആണ് G7. മനസ്സിലായോ? അപ്പം ആ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, പിന്നെ കുറെ എക്കണോമിക് കോറിഡോറുകൾ ഈ യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ യൂറോപ്പിന്റെ നേതൃത്വത്തിൽ, US നേതൃത്വത്തിലോ കുറെ എക്കണോമിക് കോറിഡോറുകളുണ്ട്. അതൊക്കെ അവർ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഈ മീറ്റിംഗിൽ സംസാരിച്ചു. അതിൽ ഒരു എക്കണോമിക് കോറിഡോറാണ് ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, IMEC എന്ന് പറയും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, IMEC. പക്ഷെ അത് ഉടനെ നടപ്പാവാൻ പോകുന്നില്ല. എന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇസ്രായേൽ വഴിയാണ് കടന്നു പോകുന്നത്. സൗദിയും UAE അതിലെ പാർട്ടിസിപ്പൻസ് ആണ്. സൗദിക്കും UAEക്കും കറന്റ് സർക്കംസ്റ്റാൻസസിൽ ഇസ്രായേലുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഈ IMEC ഉടനെ നടപ്പാക്കാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് G7 പ്രോബ്ലം. അവർ ഒരുപാട് കോറിഡോറിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ കോറിഡോർസ് ഒന്നും പല റീസൺസ് കൊണ്ട് നടപ്പാവുന്നില്ല. മനസ്സിലായോ? അതൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ ഇഷ്യൂസ് ആയിട്ടുള്ള യുക്രൈൻ റഷ്യ വാർ, അതുപോലെ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് വാർ, ഇതിലൊന്നും എഫക്റ്റീവായിട്ട് ഇടപെടാനോ ഇതൊന്നും കർബ് ചെയ്യാനോ അവർക്ക് പറ്റുന്നില്ല. യുക്രൈന് കണ്ടിന്യൂസ് ആയിട്ട് അസിസ്റ്റൻസ്, ഇനിയും $50 ബില്യൺ അസിസ്റ്റൻസ് കൊടുത്ത് റഷ്യക്കെതിരെ പോരാടാനുള്ള സ്ട്രെങ്ത് അവരെ കൂട്ടിയെടുക്കുമെന്ന് ഈ മീറ്റിംഗിൽ പറയുന്നുണ്ട്. അത് മാത്രം മതിയോ? വാർ റൺ ചെയ്തുകൊണ്ടേ പോവാൻ വേണ്ടിയിട്ട് ഒരു സൈഡിന് കുറെ പിന്നീട് പണവും ആയുധങ്ങളും കൊടുത്ത് സഹായിച്ച് വാർ മുന്നോട്ട് പോകും. വാറിന് ഒരു സൊല്യൂഷൻ വേണ്ടേ? ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ G7 കഴിയുന്നില്ല. അപ്പൊ ടോട്ടലി നോക്കുമ്പോൾ G7 ഒരുപാട് ഡെഫിഷ്യൻസീസ് ഉണ്ട്, ഇൻഎഫക്റ്റീവ്നെസ് ഉണ്ട്. ഓക്കെ,
അപ്പൊ ഇതൊക്കെയാണ് ഈ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ മോഡി അവിടെ പോയി, അതിനെക്കുറിച്ചാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന എഡിറ്റോറിയലിന്റെ. അവിടെ പോയപ്പോഴത്തേക്കും US പോലുള്ള രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടനുമായിട്ടൊന്നും ഒരു ബയലാറ്ററൽ മീറ്റിംഗ് നടത്താൻ, അത് ബയലാറ്ററൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒഫീഷ്യൽ എൻഗേജ്മെന്റ് ആണ്. അവിടെ പോയി ബൈഡനുമായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഋഷി സുനാഗുമായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, അതൊരു എൻഗേജ്മെന്റ് ആണ്. അതല്ല ബയലാറ്ററൽ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കൺട്രിയില് രണ്ട് കൺട്രീസ് തമ്മിലുള്ള ഫോമൽ ലെവൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതൊന്നും US-ഉമായിട്ടും അല്ലെങ്കിൽ ബ്രിട്ടനുമായിട്ടും നടത്താൻ, അല്ല US-ആയിട്ട് ബ്രിട്ടനുമായിട്ടുള്ള US-ആയിട്ട് കാനഡയായിട്ടും നടത്താൻ പറ്റില്ല. പക്ഷെ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ നടത്തി, ഇറ്റലിയായിട്ടും ഫ്രാൻസുമായിട്ടും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ മോഡി അവിടെ പോയത് വഴി നമുക്ക് ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വലിയ നേട്ടങ്ങളൊന്നും എടുത്ത് കാണിക്കാൻ ഇല്ല. അത് നീ പറയുന്നുണ്ട്. പിന്നെ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്ലോബൽ സൗത്ത് ഇന്ത്യയുടെ കൂടെ സഹായത്തോടു കൂടി വേൾഡിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെ മോഡി അവിടെ സംസാരിച്ചതിനെ കുറിച്ച് അത് പറയുന്നുണ്ട്. അപ്പോ അതൊക്കെയാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ ഉള്ളത്. അപ്പൊ എന്തായാലും G20 എന്ന് പറയുന്ന സംഭവം ആയിരിക്കും G7-നെക്കാളും വേൾഡിന്റെ സൊല്യൂഷൻസ്, വേൾഡിലെ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ അവസാനിക്കുന്നത്. അപ്പൊ G20 അറിയാലോ, ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം അതിലുണ്ട്, വേൾഡിലെ 20 ബിഗസ്റ്റ് എക്കോണമി. സോ G20 വിൽ ബി മോർ ബെനിഫിഷ്യൽ ഫോർ ദ വേൾഡ് ആസ് കമ്പയർഡ് ടു G7 അണ്ടർ ദ കറന്റ് സർക്കംസ്റ്റാൻസസ്. പ്രീവിയസ്ലി അങ്ങനെ അല്ലായിരുന്നു, കറന്റ് സർക്കംസ്റ്റാൻസസിൽ അങ്ങനെയാണെന്നാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നെക്സ്റ്റ് G20 സമ്മിറ്റിന് ഇപ്പോൾ ഉടനെ വരും, 2 മാസം കൊണ്ടേ ഉള്ളൂ G20 സമ്മിറ്റിന്. എവിടെ വെച്ചാണ്? ബ്രസീലിൽ വെച്ചാണ്. ലാസ്റ്റ് G20 സമ്മിറ്റ് വാസ് ഇൻ ഇന്ത്യ ബിക്കോസ് ഇന്ത്യ വാസ് ദ ഹോസ്റ്റ് ഓഫ് ദാറ്റ് G20 സമ്മിറ്റ്. ഇന്ത്യ വാസ് ദ ചെയർമാൻ ഓഫ് G20 at that time. Now Brazil is the chairman, so G20 will be held at Brazil. Okay. ഇനി നെക്സ്റ്റ് ഡ്രാസ്റ്റിക് ഡിക്ലൈൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഈ ഡ്രാസ്റ്റിക് ഡിക്ലൈൻ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം it was about the decline of political fortune of one political party in India. Previously it was one of the biggest national political parties in India and its name is BSP, Bahujan Samaj Party. Once upon a time that party was third biggest political force in India after BJP and Congress. Now it is in a terminal decline in Uttar Pradesh. Uttar Pradesh was the citadel of BSP, but now it is in terminal decline in Uttar Pradesh also. Previously it was spread, that party spread its wings into many parts of India like Punjab, Madhya Pradesh. Even in Kerala there was strong presence among Dalit community for BSP. പക്ഷേ BSPക്ക് ഇങ്ങനെ ഒരു പ്രശ്നം, BSPയുടെ ഒരേ ഒരു ചീഫ് മിനിസ്റ്റർ BSP ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മായാവതി എന്ന അവരുടെ പേര്. മായാവതി ഒന്നും അല്ല പാർട്ടി ഉണ്ടാക്കിയത്, കാൻഷിറാം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, കാൻഷിറാം. അദ്ദേഹമാണ് BSP ഉണ്ടാക്കിയത്. അദ്ദേഹം പിന്നെ മായാവതിക്ക് ആ പാർട്ടിയുടെ എല്ലാ ലീഡർഷിപ്പും എല്ലാം കൊടുക്കുമായിരുന്നു. അവർക്കൊരു ദളിത് സപ്പോർട്ട് ബേസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ദളിത്തിനെയാണ് ബഹുജൻ എന്ന് പറയുന്നത്. ബഹുജൻ എന്നറിയപ്പെടുന്നത് ദളിത് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതുകൊണ്ടാണ് പേര് തന്നെ ആ പാർട്ടിക്ക് വരുന്നത്. അപ്പൊ ദളിത്തിൽ തന്നെ ഈ ഉത്തർപ്രദേശിൽ ദളിത് രാഷ്ട്രീയം വളരെ സ്ട്രോങ് ആയിരുന്നു ഒരു സമയത്ത്, ഇപ്പോഴും ആണ്. ആ ദളിതുകളിൽ തന്നെ ജാദവ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. യാദവ് അല്ല, ജാദവ്, JATAV. അവരുടെ സപ്പോർട്ടാണ് ഈ BSP ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വളർത്തിയത്. പിന്നെ BSP എന്ത് ചെയ്യുന്ന വെച്ചാൽ പതുക്കെ എല്ലാ ജാതിക്കാരുടെ സപ്പോർട്ടിന് വേണ്ടി ബ്രാഹ്മിൻസ് അവിടെ ഭയങ്കര പൊളിറ്റിക്കൽ ഫോഴ്സ് ആണ്. കേരളത്തിലെ പോലെ 2% അല്ല, അവിടെ മോർ ദാൻ 12% കണ്ടിട്ടുണ്ട് ബ്രാഹ്മിൻസ് ഉത്തർപ്രദേശിൽ. അപ്പൊ അവരെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഈ പാർട്ടിയെ വലിയൊരു ബ്രോഡർ കോalition ഓഫ് ഡിഫറെന്റ് കാസ്റ്റ് ഗ്രൂപ്പ്സ് ആക്കി മാറ്റി. മുസ്ലിംസിന്റെ സപ്പോർട്ട് അവർക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ഒരു സിംഗിൾ മെജോറിറ്റിയോടുകൂടി 2007 ഉത്തർപ്രദേശിലെ അധികാരത്തിലേക്ക് വന്നു. പക്ഷേ നമ്മളുടെ മായാവതി ആക്ച്വലി കുറച്ച് കറപ്റ്റൊക്കെ ആയിരുന്നു. അതുപോലെ അവര് എന്താ പറയുക, ഒരു ഡിക്റ്ററ്റോറിയൽ സ്റ്റൈലൊക്കെ ആയിരുന്നു. അപ്പൊ അവർക്ക് ഈ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കൂടുതൽ അതിലേക്കാളും അവർ വ്യക്തി പൂജയ്ക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. പിന്നെ കുറച്ച് കറപ്ഷനും കൂടെ ഉണ്ടായപ്പോൾ ഇവരുടെ പേരിൽ കുറച്ച് CBI കേസൊക്കെ ഉണ്ട്. താജ് കോറിഡോർ കറപ്ഷൻ, അതിന്റെ പേരൊന്നും പറയുന്നില്ല, ഞാനിത് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, താജ് കോറിഡോർ കറപ്ഷൻ എന്ന് പറഞ്ഞൊരു കറപ്ഷൻ ഇഷ്യൂ ഒക്കെ അവരുടെ പേരിലുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ച് ഈ മുമ്പ് മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ മൻമോഹൻ സിംഗും അതിനുശേഷം വന്ന നരേന്ദ്രമോദി അതിനേക്കാളും ഇവരെ വിരട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ പാർട്ടി ജസ്റ്റ് മിയർ സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ ഇഷ്യൂ ചെയ്ത് ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിന്ന് എൻഗേജ് ചെയ്യാതെ നിന്നു. അതുകൊണ്ട് ഓരോ ഇലക്ഷനും കഴിഞ്ഞ് വരുമ്പോൾ BSP കിട്ടുന്ന സീറ്റ്സ് 0 ആയി. അതുപോലെ അവർ വോട്ടിംഗ് പെർസെൻറ്റേജ്, അവർക്ക് കിട്ടുന്ന ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടൊക്കെ കുറഞ്ഞിരിക്കും. അപ്പൊ ഇത് നമുക്ക് വലിയ കാര്യമൊന്നും അല്ല, പക്ഷേ ഇതിൽ നിന്ന് പഠിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് രാഷ്ട്രീയക്കാർക്ക്. അതിനെക്കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, ഡ്രാസ്റ്റിക് ഡിക്ലൈൻ എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഇനി ദ ബൂമറാങ് ഇഫക്ട് ഇൻ ദിസ് ജനറൽ ഇലക്ഷൻ ആൻഡ് ഹൗ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്.
ആക്ച്വലി ഇത് അഗൈൻ ഒരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. ഇപ്പൊ ഇഫ് യു ആർ എ സെഫോളജിസ്റ്റ് മീൻസ് ഇലക്ഷനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് സെഫോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് ഒക്കെ ആണെങ്കിലേ നിങ്ങൾ ഇത് വായിക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ ഒരു കാര്യം എനിക്ക് പറയാതെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സെഫോളജിസ്റ്റ്, PSEPHOLOGIST, ഇതാണ് സെഫോളജിസ്റ്റ്. വൺ ഹു സ്റ്റഡീസ് അബൌട്ട് ഇലക്ഷൻസ് ആൻഡ് പ്രെഡിക്ട്സ് ഇറ്റ്സ് ഔട്ട്കംസ് ഈസ് നോൺ ആസ് സെഫോളജിസ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് ഒക്കെ ആണെന്നുള്ളത്. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് വാരിക്കോരി പല ആനുകൂല്യങ്ങളും കൊടുത്തൊരു സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ്. എന്നുവെച്ചാൽ കേരളത്തിനെ പോലെ ഒന്നുമല്ല. അവിടെ വീടുകൾ വെച്ച് കൊടുക്കുന്നു, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ഗ്യാസ് കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ടോയ്ലറ്റ് ഇല്ലാത്തവർക്ക് ടോയ്ലറ്റ് കൊടുക്കുന്നു. ഇതെല്ലാം ഇന്ത്യയിൽ സ്കീം ഉണ്ടെങ്കിലും സദേൺ സ്റ്റേറ്റുകൾ എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് അങ്ങനെ വലുതായിട്ട് കിട്ടിയിട്ടില്ല. അതേസമയത്ത് ഉത്തർപ്രദേശ് വാരിക്കോരി കൊടുത്തു. ഇതിന്റെ കൂടെ അവര് അവിടെ ഹിന്ദുത്വ പൊളിറ്റിക്സ് ഇറക്കി. അയോധ്യയില് ശ്രീരാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ കൂടെ തന്നെ അയോധ്യയിൽ ഒരുപാട് ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ അതിന്റെ കൂടെ ഒബ്വിയസ്ലി വരുമല്ലോ, അതെല്ലാം അവിടെ വന്നു. എന്നിട്ട് അവിടെ അയോധ്യയിൽ ഉൾപ്പെടെ തോറ്റു. അതിന്റെ കാര്യം ആക്ച്വലി അവിടുത്തെ ഈ മിസ് ഗവേണൻസോ ഒന്നും അല്ല എന്ന് എനിക്ക് ഫസ്റ്റിലെ ഒരു തോന്നല്. ഞാൻ എന്താ പറയുക, ഒരു റിസർച്ചർ ഒന്നും അല്ല, പക്ഷേ പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഡെവലപ്മെന്റ് ആസ്പെക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഇവരോട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേറ്റിൽ പർട്ടിക്കുലർലി ആ സ്റ്റേറ്റിൽ അവരുടെ സ്ട്രെങ്ത് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ എന്താണ് സംഭവിച്ചെന്ന് അറിയാമോ? എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ അത് തന്നെയാണ് ഞാൻ ആക്ച്വലി ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇതാണ് സംഭവിച്ചെന്നുള്ള രീതിയിലൊരു ആർട്ടിക്കിൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ശരിയാണെന്നുള്ള രീതിയിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിലും എക്കണോമിക് ടൈംസിലും പല ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സിലും ഒക്കെ ഒരുപാട് ആർട്ടിക്കിൾസ് BJPയുടെ ഇലക്ഷൻ പരാജയത്തിനെ കുറിച്ച് കണ്ടപ്പോൾ അതിലൊന്നും ഞാൻ ഉദ്ദേശിച്ച കാര്യം വന്നില്ല. ഇതിലാണ് ആദ്യമായിട്ട് കണ്ടത് ഞാൻ. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നുമല്ല, യഥാർത്ഥത്തിൽ BJPയുടെ ഉത്തർപ്രദേശിലെ പരാജയത്തിന് കാരണവും ഒരു പരിധിവരെ നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലെ പരാജയത്തിന് കാരണവും ഇവരുടെ ഒരു മുദ്രാവാക്യമാണ്. 400-ലധികം സീറ്റുകൾ ഞങ്ങൾക്ക് തരൂ എന്നുള്ളതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളുടെ കർണാടകത്തിൽ BJPയുടെ ഒരു ലീഡർ, എനിക്ക് തോന്നുന്നു അനന്ത് കുമാർ ഹെഗ്ഡെ ആണെന്ന് തോന്നുന്നു, പറഞ്ഞു നമുക്ക് 400-ലധികം സീറ്റ് കിട്ടിയാലേ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ള ഒരു സ്റ്റേറ്റ്മെന്റോട് പറഞ്ഞു. ഇതിൽ ഒപ്പോസിഷൻ കയറി പിടിച്ചിട്ട് അവര് സ്പ്രെഡ് ചെയ്തു മെസ്സേജ്. ഞാൻ ആദ്യമേ പറഞ്ഞു UP ഒക്കെ ഭയങ്കര ദളിത് പൊളിറ്റിക്സിന്റെ കേന്ദ്രമാണ്. ദളിത് പൊളിറ്റിക്സ് ആൻഡ് OBC പൊളിറ്റിക്സ്, അതൊക്കെയാണ് അവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എല്ലാം അവർ പ്രചരിപ്പിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നീട് BJP മാറ്റാൻ പോയത്. അനന്ത് കുമാർ ഹെഗ്ഡെ ഇത് കർണാടകത്തിൽ ഇങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പ്രൂഫുമാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ എന്താണ് അവർ പ്രചരിപ്പിച്ചെന്ന് അറിയാമോ? റിസർവേഷൻ എടുത്ത് കളയാൻ പോയാണ്. അപ്പർ കാസ്റ്റുകളെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ദളിത്തിന്റെയും OBCയുടെയും റിസർവേഷൻ എടുത്ത് കളയാൻ പോയാണെന്ന് ഓപ്പോസിഷൻ അവിടെ പ്രചരിപ്പിച്ചു. അതിനുള്ളൊരു സ്റ്റേറ്റ്മെന്റ് BJP തന്നെയാണ് അവിടെ ഇറക്കിയത്. അപ്പൊ ഇതിൽ ഭയന്നു പോയി ഉത്തർപ്രദേശിൽ ഒരു വലിയ അല്ലെങ്കിൽ വാരണാസിയിൽ വരെ ആക്ച്വലി മോഡിക്ക് പരാജയം സംഭവിച്ചതിന് ഈക്വൽ അല്ലേ? 5 ലക്ഷത്തോളം വോട്ടിന് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആണ് അദ്ദേഹം ജയിച്ചത്. ഒരു പ്രധാനമന്ത്രി 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ല ഒരു സീറ്റിൽ ജയിക്കേണ്ടത്. അപ്പോൾ വാരണാസിയിൽ വരെ ആൾക്കാർ ആ ഒരു BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ ഒരു കൺസോൾട്ടേഷൻ വരികയാണ്. അതിന്റെ റീസൺ ഇതാണ്, ഫിയർ. ഈ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന റിസർവേഷൻ നഷ്ടപ്പെടും എന്നുള്ളൊരു ഫിയർ. എസ്പെഷ്യലി OBCസിന്റെയും ദളിത്തിന്റെയും റിസർവേഷൻ അവർക്ക് നഷ്ടപ്പെടുന്നുള്ള ഫിയർ. അതിന് കാരണം BJP തന്നെ അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ, അവരുടെ പ്രചരണം 400 സീറ്റ് വേണമെന്നുള്ള പ്രചരണം, അതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി താഴോട്ട് വരുമ്പോൾ ഹൈ കോസ്റ്റ് ഓഫ് ഗ്ലോബൽ എക്കണോമിക് ഡീകപ്ലിംഗ്. ഞാൻ ഈ പറയുന്ന ആർട്ടിക്കിൾസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ മാത്രമാണ്. ഇത് എക്സ്പാൻഡഡ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട്, നിങ്ങൾക്ക് ആ ആശയങ്ങളിൽ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇത് വായിക്കണം. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ ഇൻഫർമേഷൻ കൂടുന്നു, ഒപ്പം തന്നെ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കില്ല് കൂടുന്നു, നിങ്ങളുടെ റീഡിംഗ് സ്കില്ല് കൂടുന്നു. ഇതെല്ലാം ദ ഹൈ കോസ്റ്റ് ഓഫ് എ ഗ്ലോബൽ എക്കണോമിക് ഡീകപ്ലിംഗ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ട്. ഇതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, അത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ദ ഹൈ കോസ്റ്റ് ഓഫ് എ ഗ്ലോബൽ എക്കണോമിക് ഡീകപ്ലിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ട്രംപ് അറിയാമല്ലോ നിങ്ങൾക്ക്. അമേരിക്കയുടെ ഫോമർ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിനെ അറിയാം. ഹീസ് ഗോയിങ് ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക അഗെയിൻ. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഷുവർ. നവംബറിലാണ് ഇലക്ഷൻ. ഇപ്പൊ ട്രംപ് വരുന്നതിന് മുമ്പായിട്ട് ജോയ് ബൈഡൻ ട്രംപിന്റെ ഒരു പോളിസി വീണ്ടും പൊടി തട്ടി എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ പോളിസി എന്ന് വെച്ചാൽ ആക്ച്വലി ആന്റി ചൈന സ്റ്റാൻഡുകളാണ് എപ്പോഴും ഡൊണാൾഡ് ട്രംപ് എടുത്തുകൊണ്ടിരുന്നത്. ആന്റി ചൈന, എസ്പെഷ്യലി ചൈനയും US തമ്മിൽ ഭയങ്കര വലിയ ട്രേഡ് ഉണ്ട്. ആ ട്രേഡിൽ എപ്പോഴും ചൈനയ്ക്കായിരിക്കും അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അപ്പൊ ചൈനയ്ക്ക് അങ്ങനെ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകളുടെ മുകളിൽ ഒരുപാട് താരിഫ്സ് ഏർപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഒരു താരിഫ് വാർ ഉണ്ടായി, ഒരു ട്രേഡ് വാർ ഉണ്ടായി USന്റെയും ചൈനയുടെയും ഇടയിൽ. വെൻ
Donald Trump was the president of USA. That strategy is again going to be utilized by USA current president Joe Biden. അപ്പൊ ഇവര് അതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. ചൈനയുടെ സൈഡിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സ് ഒക്കെ ഇങ്ങനെ ഹയർ താരിഫ്സ് ഒക്കെ ഏർപ്പെടുത്തി യു എസിൽ അപ്പൊ സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റ് കോമ്പറ്റീറ്റീവ് അല്ലാതായി മാറും. അവർ പ്രൈസ് കൂട്ടി വിൽക്കേണ്ടി വരും മാർക്കറ്റിൽ. കാര്യം എന്താണ്, പ്രോഡക്റ്റിൽ ഒരുപാട് ടാക്സ്, താരിഫ് എന്ന് പറയുന്നത് ടാക്സ് ആണ്. ഈ ടാക്സ് അടച്ചിട്ട് വേണം അവർക്ക് മാർക്കറ്റിൽ ഇറക്കാൻ. അപ്പം അതാണ് ഹാർലി ഡേവിഡ്സൺ ബൈക്കൊക്കെ ഇന്ത്യയിൽ അവർ പ്രൊഡക്ഷൻ നടത്തി പോയത്. ഒരു സമയത്ത് ഇന്ത്യയിൽ ഹാർലി ഡേവിഡ്സൺ പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു, അവർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തായിരുന്നു ഇവിടെ വിൽക്കുന്നത്. അപ്പൊ ഈ ഹാർലി ഡേവിഡ്സൺ ബൈക്കിന്റെ മുകളിൽ 100% കൂടുതലായിരുന്നു നമ്മൾ ഏർപ്പെടുത്തിയ താരിഫ് ഇന്ത്യയിൽ. ഹാർലി ഡേവിഡ്സൺ അറിയാലോ, അത് US ബൈക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പം അവിടെ സപ്പോസ് ഒരു 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കേണ്ട ഒരു ബൈക്ക് ഇന്ത്യയിൽ വരുമ്പോൾ 20 ലക്ഷം ആവും. അതിന്റെ യഥാർത്ഥ വില 10 ലക്ഷമേ കാണുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഈ താരിഫ് വാർ എന്ന് പറയുന്ന സംഭവം. അത് ചൈനക്കെതിരെ ഇങ്ങനെ പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കും ചിലപ്പോൾ ചെയ്യാറുണ്ട്. അത് പക്ഷെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറയും. അത് പക്ഷേ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് ചൈനക്കെതിരെ ഏർപ്പെടുത്താറുള്ള സംഭവമാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. അതെന്താണെന്ന് ഡംപിംഗ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ചില രാജ്യങ്ങൾ എസ്പെഷ്യലി ചൈനയാണ് ചെയ്യുന്നത്, നമ്മളുടെ ലോക്കൽ മാർക്കറ്റിൽ വേറെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് പ്രോഡക്ട്സ് വില കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ട് ഡംപ് ചെയ്യും. ഇപ്പൊ സപ്പോസ് സ്റ്റീൽ പ്രോഡക്ട്സ് ആണ് അങ്ങനെ കൊണ്ട് ഡംപ് ചെയ്യുന്നത് കരുതിക്കോ. ഇന്ത്യക്ക് ഒരു സ്ട്രോങ് സ്റ്റീൽ ഇൻഡസ്ട്രി ഉണ്ട്. ആ സ്ട്രോങ് സ്റ്റീൽ ഇൻഡസ്ട്രി യോമാരായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ തളർന്ന് നശിച്ചു പോകും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ചീപ്പ് പ്രോഡക്ട്സിന്റെ വില കൂട്ടി ഇന്ത്യൻ പ്രോഡക്റ്റിന്റെ വിലയ്ക്ക് ഒപ്പമാക്കാൻ വേണ്ടി ഇവർക്കെതിരെ ഒരു ടാക്സ് ഏർപ്പെടുത്തുക. ഡംപിങ്ങിന് അഗേൻസ്റ്റ് ആയിട്ട് വരുന്ന ടാക്സ് ആയതുകൊണ്ടാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ഈ താരിഫ് വാറിലും വരുന്നത്. അപ്പൊ എന്തായാലും ഇതുകൊണ്ട് ദോഷങ്ങളും ഉണ്ട്. അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ചൈനയുടെ ഒരു പ്രോഡക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഇല്ലേ, അതായത് ഇപ്പം സോളാർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ഇതിലേക്ക് ഉപയോഗിക്കേണ്ട പല കമ്പോണൻസ് US നിന്നാണ് വരുന്നത്. അപ്പോൾ ചൈനയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പല രാജ്യങ്ങളിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ചൈനയുടെ ഇത്തരം സാധനങ്ങൾക്കെതിരെയൊക്കെ US ഇപ്പം താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ഈ സാധനം കോസ്റ്റ്ലി ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഇമ്പോർട്ട് ആ രാജ്യങ്ങളിൽ നിന്ന് കുറയും, ചൈനയിൽ നിന്ന് കുറയും. അപ്പം ചൈനയുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി അത് ബാധിക്കും. ചൈനയുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ബാധിച്ചാൽ ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളിലേക്ക് ഇതിന്റെ സപ്ലൈ ബാധിക്കും. വേൾഡിന്റെ മൊത്തം എക്കോണമിയെ അപ്പോൾ അത് ബാധിക്കും. നമ്മളുടെ എൻവയോൺമെന്റൽ എഫേർട്സിനെ അത് ബാധിക്കും. അതുപോലെ ഓൾറെഡി ചൈനയിൽ റിസഷൻ എന്ന് പറയാൻ പറ്റില്ല, എക്കണോമിക് ഗ്രോത്ത് സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ ഈ പ്രശ്നങ്ങളും കൂടെ വരുമ്പോൾ വീണ്ടും എക്കണോമിക് ഗ്രോത്ത് സ്ലോ ഡൗൺ ഉണ്ടായാൽ ചൈന എന്ന് പറഞ്ഞൊരു ബിഗ് മാർക്കറ്റാണ്. അവിടുത്തെ ആൾക്കാരുടെ കൺസംഷൻ വേൾഡിന് വേണം, വേൾഡിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അതായത് 150 കോടി പോപ്പുലേഷൻ ഉള്ള രാജ്യം, അവിടുത്തെ ജനങ്ങളുടെ ബൈയിങ് പവർ കുറയുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും ചൈനയിൽ കൊണ്ട് പ്രൊഡക്ട്സ് വിട്ടിട്ടാണ് ഈ പറഞ്ഞ യുഎസിലെ വരെ പല കമ്പനികളും നല്ല രീതിയിൽ പോകുന്നത്. അപ്പൊ ചൈനയ്ക്ക് എക്കോണമി സ്ലോ ഡൗൺ ആയാൽ അവിടുത്തെ ആൾക്കാരുടെ ഡിമാൻഡ് കുറയും. അവിടുത്തെ ആൾക്കാരുടെ ഡിമാൻഡ് കുറഞ്ഞ ഈ പ്രോഡക്ട്സ് ചൈനയെ കൊണ്ട് സെല് ചെയ്യാൻ പറ്റാതാവും. അപ്പൊ അത് പല രാജ്യങ്ങളിലെയും കമ്പനികളെ ബാധിക്കും. ബ്രിക്സ് രാജ്യങ്ങളായ ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ പോലും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ചൈനയിലേക്കൊക്കെയാണ്. അപ്പൊ അവരുടെ ഡൊമസ്റ്റിക് എക്കോണമിയെ ബാധിക്കും, വേൾഡ് മൊത്തം എക്കോണമിയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ട്രേഡ് പ്രാക്ടീസസ് നല്ലതല്ല എന്നുള്ള രീതിയിലൊരു ആർട്ടിക്കിളാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് ഒക്കെ കൂടുതലും ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വായിക്കേണ്ടത് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. മറ്റ് മത്സര പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്നവരും ഇത് പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ അവര് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട, പക്ഷെ സ്റ്റിൽ അത് നിങ്ങൾ നോക്കണം. ഇനി ടൈം ഫോർ എ സെൻസസ് കം വാട്ട് മേ, ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ടൈം ഫോർ എ സെൻസസ് കം വാട്ട് മേ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ സെൻസസ് നടക്കേണ്ടിയിരുന്ന 2021 അവസാനം. പക്ഷേ ഈ സെൻസസ് ഗവൺമെന്റ് ഡ്രാഗ് ചെയ്ത് കോവിഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞ് കൊണ്ടുപോയി 2024 ഇപ്പൊ പകുതി കഴിഞ്ഞു, ഇപ്പോഴും നടക്കുന്നില്ല. ഗവൺമെന്റ് മോസ്റ്റ് പ്രോബബ്ലി 2027 സെൻസസ് നടത്താൻ ചാൻസ് ഉള്ളതാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞത്. എന്റെ കാര്യം വേറൊന്നുമല്ല, 2027 സെൻസസ് നടത്താൻ ചാൻസ് ഉള്ളതെന്ന് പറയാൻ കാര്യം 2027 സെൻസസ് നടത്തിയാൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവാൻ പോകുന്ന പാർട്ടി BJP ആയിരിക്കും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ആദ്യം ഇതിൽ ഡീലിമിറ്റേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ആദ്യം പഠിക്കേണ്ടതാണ് ഡീലിമിറ്റേഷൻ. അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിലെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ MLA-മാരുടെ എണ്ണവും അതുപോലെ ആ സ്റ്റേറ്റിൽ നിന്നുള്ള ലോക്സഭ MP-മാരുടെ എണ്ണവും എന്നുള്ളതാണ് ബേസിക് കോൺസെപ്റ്റ് ഡീലിമിറ്റേഷൻ. അതായത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടേയിരിക്കണം. അതായത് ഇപ്പൊ കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഉള്ളത്, MP-മാരാ ഉള്ളത്. അതിപ്പോ കേരളത്തിലെ പോപ്പുലേഷൻ കൂടിയാൽ അതിനനുസരിച്ച്
ഇതും കൂടണം. അതുപോലെ എല്ലാ സ്റ്റേറ്റുകളിലെയും ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ സൈസ് ഏതാണ്ട് സെയിം ആയിരിക്കണം. സൈസ് മീൻസ് ഈ പോപ്പുലേഷൻ സൈസ്. പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ ഇന്ത്യയിലും. 1971 അവസാനം ഇന്ത്യയിൽ ഡീലിമിറ്റേഷൻ നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1971 ഇന്ത്യയുടെ പോപ്പുലേഷൻ വിൽ ബി അറൌണ്ട് 60 crore, അത്രയൊക്കെ കാണൂ. അതിനേക്കാളും താഴെ ആയിരുന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ, അന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇന്നത് 140 crores കഴിഞ്ഞു, 145 crores ഒക്കെ ആയി. അപ്പൊ 1971 ഡീലിമിറ്റേഷൻ എക്സർസൈസ് അനുസരിച്ച് 540 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് ഇന്ത്യയിൽ ഉള്ളത്, അന്നത്തെ അതനുസരിച്ച്. അപ്പൊ ഇന്നത്തെ പോപ്പുലേഷൻ അനുസരിച്ചാണ് ഇതൊരു 900 എങ്കിലും വേണ്ടി വരും. പക്ഷേ ഡീലിമിറ്റേഷൻ എക്സർസൈസ് 1971 ശേഷം അതങ്ങ് ഫ്രീസ് ചെയ്തു. അത് ഒരു 84th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയാണെന്നാണ് ഇവിടെ ഉള്ളത്. 84th അമെന്റ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, 84th അമെന്റ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ഇതിനെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. അപ് ടു 2026 വരെ ഡീലിമിറ്റേഷൻ വേണ്ടെന്ന്. അപ് ടു 2026 വരെ, അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. 2026 വരെ ഫ്രീസ് ചെയ്ത് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, 84th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. എന്തിനാണെന്നറിയാമോ? Population explosion happened in North Indian states and East Indian states. At the same time, because of the better family planning among the South Indian states, population stabilized in our South Indian states. അപ്പോൾ ഒരു ഡീലിമിറ്റേഷൻ എക്സർസൈസ് ഉണ്ടാക്കിയ എന്ത് സംഭവിക്കും? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രയിലൊക്കെ ഒന്നുകിൽ സീറ്റ് എണ്ണ അതുപോലെ നിൽക്കും, അല്ലെങ്കിൽ കുറയത്തില്ല, സീറ്റ് എണ്ണ അതുപോലെ നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിയാലും 2 or 3. അതേ സമയത്ത് ഉത്തർപ്രദേശിൽ മാത്രം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ എണ്ണം ഇപ്പൊ 80 എന്നുള്ളത് 150 എങ്കിലും ആവുന്ന പറയുന്നു, 140-150 റേഞ്ചിൽ. അപ്പൊ നോർത്ത് ഇന്ത്യ വിൽ ബി ഇൻ എ ഹ്യൂജ് അഡ്വാൻറ്റേജ് ടു ഡിക്റ്റേറ്റ് ദ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓഫ് ഇന്ത്യ. If a party wins in North Indian states, they can easily govern India. And BJP is very, very influential in those North Indian states. So once delimitation happens, it will greatly help BJP. അപ്പോൾ ഡീലിമിറ്റേഷൻ 2026 വരെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കല്ലേ. അപ്പൊ 2026 ശേഷം സെൻസസ് ഡീലിമിറ്റേഷൻ ഒക്കെ നടത്തിയ BJPക്ക് അതാണ് നല്ലത്. അതുകൊണ്ടാണ് അവർ സെൻസസ് നടത്താതെ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്, പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡീലിമിറ്റേഷൻ ചെയ്യേണ്ടത്. പക്ഷെ ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി നമ്മളെ ഇന്ത്യയുടെ ഇപ്പൊ വേറൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. 107th ആണെന്ന് തോന്നുന്നത്, നമ്മളുടെ വിമൻ റിസർവേഷൻ എന്ന് പറയുന്നത് അല്ലേ. 106th ആണ്, 107th ആണ്, ഇവിടെ ഉണ്ടത്. വിമൻ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ലോക്സഭയിലും എല്ലാ സ്റ്റേറ്റുകളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും 33% റിസർവേഷൻ. 33% റിസർവേഷൻ ഫോർ വിമൻ എമംഗ് ലോക്സഭ ആൻഡ് ഓൾ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ഇന്ത്യ. ഓൾ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് മീൻസ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് പുതുച്ചേരി ആൻഡ് ഡൽഹി. പുതുച്ചേരി, ഡൽഹി യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടെ ഉണ്ടല്ലോ ലെജിസ്ലേറ്റീവ്, അവിടെ എല്ലാം 33% റിസർവേഷൻ കൊടുക്കണം. അതും ആഫ്റ്റർ ഡീലിമിറ്റേഷൻ പ്രോസസ് എന്നാണ് നമ്മൾ ഇതില് ഈ നിയമം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഉണ്ടാക്കിയപ്പം വച്ചേക്കുന്നത്. അപ്പൊ ഡീലിമിറ്റേഷന് ശേഷം മാത്രമേ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് നടപ്പാക്കാൻ പറ്റൂ, 33% റിസർവേഷൻ കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഡീലിമിറ്റേഷൻ ഈസ് എ മസ്റ്റ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആഫ്റ്റർ 2026, ദാറ്റ് ഈസ് ഷുവർ. അപ്പൊ എന്നാലേ 2029 ലോക്സഭാ ഇലക്ഷനിലെങ്കിലും 33% റിസർവേഷൻ ഈ പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പൊ BJP is going to do that delimitation exercise simultaneously. സെൻസസ് എല്ലാം നടത്തിയിട്ട് ഡീലിമിറ്റേഷൻ നടത്താൻ പറ്റൂ. പക്ഷേ ഈ ജീൻ റോയ്സ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ആർട്ടിക്കിൾ എഴുതിയേക്കുന്നത്. അങ്ങനെ പറഞ്ഞേക്കുന്ന അത്രയും ഡ്രാഗ് ചെയ്തുകൊണ്ട് BJP അനുവദിക്കരുത്. കാരണം വെൽഫെയർ മെഷേഴ്സ് പലതും നടപ്പാക്കാൻ സെൻസസ് വേണം. സെൻസസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു 10 million ആൾക്കാർക്കും കൂടെ ഇപ്പം ഷുവറായിട്ട് ഫ്രീ റേഷൻ കിട്ടുമെന്നാണ്. 10 million ഇപ്പോൾ ഉള്ളതിനെക്കാളും. അതായത് ഫ്രീ റേഷൻ കൊടുക്കുന്ന സ്കീമിന്റെ പേരെന്താണ്? പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, PMGK. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, GKAY, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് റേഷൻ ഫോർ BPL ഫാമിലീസ്. അപ്പൊ അത് സെൻസസ് ഇല്ലാത്തതുകൊണ്ട് പഴയ ഡേറ്റ വെച്ചാൽ ചെയ്യുന്നത്. സെൻസസ് നടത്തിയാലേ അത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഡ്രാഗ് ചെയ്തുകൊണ്ട് BJP അനുവദിക്കരുതെന്നാണ്, ഒപ്പോസിഷൻ അനുവദിക്കരുതെന്ന് ഇത് പറഞ്ഞത്. പക്ഷെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഒരു പോകും ഉറപ്പാണ്. 2026-27 അവർ ചെയ്യുള്ളൂ. അപ്പൊ എന്തായാലും ഈ ആർട്ടിക്കിൾ വായിച്ചു, വളരെ നല്ല ആർട്ടിക്കിളാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. 84th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഡീലിമിറ്റേഷൻ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന അപ് ടു 2026 വരെ. 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഫോർ പ്രൊവൈഡിംഗ് റിസർവേഷൻ ടു വിമൻ ഇൻ അവർ വേരിയസ് നിയമനിർമ്മാണ സഭകളിൽ, നമ്മളുടെ ലോ മേക്കിംഗിന് വേണ്ടിയിട്ടുള്ള
സംഭവങ്ങളിൽ. അതും പക്ഷെ ഡീലിമിറ്റേഷൻ നടത്തിയതിനു ശേഷമേ ചെയ്യാൻ പറ്റൂ. പിന്നെ വേറെ ഒന്നും ഇവിടെ ആവശ്യമുള്ളതില്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇത് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. ഇത് ജസ്റ്റ് ഒരു കുറച്ച് ഞാൻ പറയാം. ഹൗ ക്യാൻ ഹിമാചൽ പ്രദേശ് ഫൈറ്റ് അഗൈൻസ്റ്റ് ഫോറസ്റ്റ് ഫയർസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ആണ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ. ഇത് സംഭവം വേറെ ഒന്നല്ല. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് പോലുള്ള സ്റ്റേറ്റുകൾ ഹില്ലി സ്റ്റേറ്റുകളാണെന്ന് നമുക്കറിയാലോ. ഹില്ലി സ്റ്റേറ്റുകളാണെന്ന് മാത്രമല്ല അവിടെ നല്ല ഫോറസ്റ്റ് കവർ ഉള്ള സ്റ്റേറ്റുകളാണ്. ഈ രണ്ട് സ്റ്റേറ്റുകളിലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഫയർസ് ഉണ്ടാകുന്നത്. ഈ ഫോറസ്റ്റ് ഫയർ അല്ലെങ്കിൽ കാട്ടുതീ ഉണ്ടാവാൻ പല റീസൺസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഉണ്ടാകുന്ന റീസൺ ഇതിലൂടെ എന്താ പറയുക, ക്യാമ്പ് ഫയർസ് ഒക്കെ അവിടെ പോയി സെറ്റ് ചെയ്യുന്നു, അതുപോലെ സിഗരറ്റ്സ് ഒക്കെ അണയ്ക്കാതെ എറിയുന്നു. ഇതൊക്കെയാണ് പലപ്പോഴും ഈ ഫോറസ്റ്റ് ഫയർ തുടങ്ങാൻ കാരണം. പക്ഷെ ഇത് ഭയങ്കര സ്ട്രോങ് ആയി മാറാൻ കാരണം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ ഹിമാചൽ പ്രദേശിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ മോയിസ്ചർ കണ്ടന്റ് കൂടുതലുള്ള ഫോറസ്റ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാട്ടുതീ, ഫോറസ്റ്റ് ഫയർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലെസ് സിവിയർ ആയിരിക്കും. മോയിസ്ചർ കണ്ടന്റ് കൂടുതലുള്ള മരങ്ങൾ, ട്രീസ്. അപ്പൊ ഇപ്പോ ഇതിൽ ബ്രിട്ടീഷ് പീരീഡിൽ സംഭവിച്ച റെയിൽവേ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഡൽഹൌസി അല്ലേ ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവരുന്ന ലോർഡ് ഡൽഹൌസി, അദ്ദേഹത്തിന്റെ പീരീഡിൽ അതിന് ശേഷമൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഇവര് ഈ ഓക്ക് മരങ്ങൾ, ബഞ്ച് ഓക്ക് എന്ന് പറയുന്ന മരങ്ങളായിരുന്നു കൂടുതൽ ഈ അവിടുത്തെ നമ്മളുടെ ഹിമാചലിലെ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു. അവര് ബ്രിട്ടീഷുകാർ ടിമ്പറിന് വേണ്ടിയിട്ടും റെസിന് വേണ്ടിയിട്ടും ഒക്കെ അവർ ഈ ബഞ്ച് ഓക്കിനെ മാറ്റിയിട്ട് പൈൻ ട്രീസ് അവിടെ കൂടുതലായിട്ട് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. ഈ പൈൻ ട്രീക്ക് ഒരു കുഴപ്പമുണ്ട്. പൈൻ ട്രീ എന്ന് പറഞ്ഞാല് കൂടുതൽ വൾണറബിൾ ആണ് ഫോറസ്റ്റ് ഫയറിന്. കാരണം പൈൻ ട്രീസിൽ വാട്ടർ അബ്സോർപ്ഷൻ കുറവാണ്. അപ്പൊ ഈ പൈൻ ട്രീസിന്റെ ഏരിയ അവിടെ കൂടിയത് കൊണ്ട് ഈ ഫോറസ്റ്റ് ഫയർ കൂടുതൽ സിവിയർ ആവുന്ന പറയുന്നതിലൊരു കാരണം പറഞ്ഞത്. രണ്ടാമതായിട്ട് അവിടുത്തെ ഫോറസ്റ്റ് മാനേജ്മെന്റ് കുഴപ്പം. ഈ ഫോറസ്റ്റ് മാനേജ്മെന്റ് ഫോറസ്റ്റിൽ താമസിക്കുന്ന ആൾക്കാരെ പോലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടല്ല പല കാര്യങ്ങളും അവിടെ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫയർ ഒക്കെ ഉണ്ടായ ഫസ്റ്റ് റെസ്പോണ്ടർ എന്നുള്ളത് എപ്പോഴും ആ ഏരിയയിലെ മനുഷ്യരായിരിക്കും. അപ്പൊ നമ്മളൊരു ആക്സിഡന്റ് നടക്കുമ്പോഴത്തേക്ക് പോലീസാണ് ആദ്യം വരുന്നത്, അവിടുത്തെ ആൾക്കാരായിരിക്കും എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിനൊന്നും ഇപ്പൊ അവിടെ യാതൊരു ഇതും ഇല്ലാത്തതുകൊണ്ട് അവർക്കും അതിൽ വലിയ ചുമതലകളില്ല. അതും പ്രശ്നത്തിന് കാരണമാകുന്നുണ്ടെന്നാ. എന്തായാലും ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് ഫയറുകൾ കണ്ടിന്യൂസ്ലി ഉണ്ടാകുമ്പോൾ പ്രോബ്ലംസ് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ബ്ലാക്ക് കാർബൺ എമിഷൻ ഉണ്ടാവും. അത് നമ്മളുടെ അവിടെ ആ ഏരിയയിലെ ഗ്ലോബൽ വാർമിംഗിന്റെ ഇഫക്ട്സ് ഉണ്ടാക്കുന്നതിന് കാരണമാവും. ഹിമാചൽ പ്രദേശാണ്, ഉത്തരാഖണ്ഡാണ്, ഹിമാലയൻ റീജിയനിലെ ഗ്ലേഷ്യേഴ്സിന്റെ മെൽറ്റിങ്ങിന് വരെ കാരണമാവും. അപ്പൊ അതുകൊണ്ട് എൻവയോൺമെന്റൽ കോൺസിക്വൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലും ആൾക്കാർ ബോധവാന്മാരാവണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ H5N1 കുറിച്ച് ഒരു സംഭവം. H5N1 എന്ന് അറിയാലോ, പക്ഷിപ്പനി. അത് കേരളത്തിലൊക്കെ പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പൊ എത്രയും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തോളൂ. ഇനി അടുത്ത പേജിലേക്ക് പോവാം. ഇത് വേണ്ട, അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോ മോഡി ടു ഓപ്പൺ ന്യൂ നളന്ദ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ടുഡേ. നളന്ദ യൂണിവേഴ്സിറ്റി നമുക്കറിയാം ഏൻഷ്യൻ പീരീഡില് ബുദ്ധിസ്റ്റ് ലേണിംഗിന്റെ ഒരു കേന്ദ്രമായിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി. ഈ നളന്ദ യൂണിവേഴ്സിറ്റിയെ റിവൈവ് ചെയ്യാൻ വേണ്ടി അമർത്യ സെൻ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ നോബൽ ലോറിയേറ്റ് ആയിട്ടുള്ള എക്കണോമിസ്റ്റിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടത്തുകയും, അങ്ങനെ എനിക്ക് തോന്നുന്നു അമർത്യ സെൻ ആയിരുന്നു നളന്ദയുടെ ആദ്യത്തെ വൈസ് ചാൻസലറൊക്കെ. അപ്പൊ അങ്ങനെയായി ഇപ്പൊ മോഡിയുടെ ഒക്കെ ഭരണം വന്നു. ഇപ്പം നളന്ദയിലെ പുതിയ ക്യാമ്പസിന്റെ ഒക്കെ ഓപ്പണിംഗ് ഇപ്പൊ നടക്കുക. 26 നേഷൻസിൽ നിന്നുള്ള സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. കൂടുതൽ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള സൗകര്യം വരികയാണ് ഇപ്പം നളന്ദയില്. അപ്പൊ നളന്ദയുടെ വൈസ് ചാൻസലർ ഇപ്പൊ അഭയ് കുമാർ സിംഗ് ആണ്. നളന്ദ എവിടെയായിരിക്കും? ബീഹാറിലായിരിക്കും. നളന്ദ ഒബ്വിയസ്ലി ബീഹാറിലായിരിക്കും അല്ലെ? അപ്പം അതാണ്. അപ്പൊ അതൊരു പ്രത്യേകിച്ച് ബുദ്ധിസ്റ്റുമായിട്ട് ബന്ധമുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് അവിടെ കൂടുതലും പഠിക്കാൻ വരുന്നത്. പിന്നെ ഡെസ്പൈറ്റ് റൈസിംഗ് നമ്പർ ഓഫ് ആക്സിഡന്റ്സ്, കവച് വർക്ക് സ്റ്റിൽ ഓൺ ദ സ്ലോ ട്രാക്ക് എന്നൊരു ന്യൂസ് കാണാം. കവച് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. കവച് എന്ന് പറയുന്നത് കൊളീഷൻ ഒഴിവാക്കാൻ വേണ്ടി പിന്നീട് റെയിൽവേ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം ആണ്. പക്ഷെ കവച് എന്ന് പറഞ്ഞ സംഗതി ഇപ്പോഴും നോർത്ത് ഈസ്റ്റേൺ സൈഡിലും അല്ലെങ്കിൽ ആ സൈഡിൽ, നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ മാത്രമല്ല നോർത്തിൽ പോലും കംപ്ലീറ്റ്ലി അത് ഇംപ്ലിമെന്റഡ് അല്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞൊരു ന്യൂസ് ആണിത്. റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ജയ വർമ്മ സിൻഹ. ഞാൻ ഇന്നലെ പറഞ്ഞാണത്. പിന്നെ താഴോട്ട് വരുമ്പം CDS റിലീസസ് ബ്ലൂ പ്രിന്റ് ഫോർ വാർഫെയർ ആൻഡ് സൈബർ സ്പേസ്. CDS ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാൻ. പിന്നെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ NSAs ഓഫ് ഇന്ത്യ ആൻഡ് ദ US, അവര് രണ്ടുപേരുടെ മീറ്റ്. ഇന്ത്യയുടെ NSA ആരാണ്? അജിത് ഡോവൽ. USA യുടെ NSA ആരാണ്?
ആന്റണി ബ്ലിങ്കൻ അല്ല, സോറി, ജെയ്ക്ക് സളിവൻ. ആന്റണി ബ്ലിങ്കൻ അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ജെയ്ക്ക് സളിവൻ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് അതെല്ലാം. അവർ തങ്ങളിൽ മെയിൻലി എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്? ICET കുറിച്ച്. ICET എന്താണ്? ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി. പിന്നെ ഈ പേജ് നമുക്ക് വേണ്ടത് ഫുൾ പൊളിറ്റിക്സ് ആണ്. അതിനടുത്ത പേജ് പോകുമ്പോൾ വിമൻസ് പാനലിൽ കംപ്ലൈന്റ്സ് റിസീവ് ചെയ്ത എണ്ണം കൂടിയതിനെ കുറിച്ച്. വിമൻസ് പാനൽ എന്ന് പറഞ്ഞതാണ് NCW, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. നാഷണൽ കമ്മീഷൻ ഫോർ വിമന്റെ ചെയർപേഴ്സൺ ആരാണ്? രേഖ ശർമ്മ. നാഷണൽ കമ്മീഷൻ ഫോർ വിമന്റെ ചെയർപേഴ്സൺ രേഖ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചീഫ് ആരെന്ന് പഠിച്ചു വെച്ചാണ് രേഖ ശർമ്മ. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഹീറ്റ് വേവ് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ പവർ കൺസംഷൻ ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഇതെന്ന് അറിഞ്ഞിരിക്കണം. ചൈന ഹാസ് 500 ന്യൂക്ലിയർ വാർഹെഡ് സേസ് സിപ്രി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. സിപ്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞാൽ കാനഡയുടെ ക്യാപിറ്റലാണ്, സ്വീഡന്റെ ക്യാപിറ്റലാണ്. സ്വീഡന്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോം കേന്ദ്രീകരിച്ചുള്ള ഒരു ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സിപ്രി, സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അവരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഏതൊക്കെ രാജ്യങ്ങൾ എത്ര ഡിഫൻസ് സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടുപിടിക്കുന്നതും അല്ല. USA ആണ് വേൾഡിലെ ഡിഫൻസ് സ്പെൻഡിങ്ങിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് ചൈനയാണ്, 3ാം സ്ഥാനത്ത് റഷ്യയാണ്, 4ാം സ്ഥാനത്തും 5ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ആംസ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ഇതെല്ലാം സിപ്രിയാണ് അതിന്റെ ഡേറ്റ ഉണ്ടാക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞേക്കുന്നത് ചൈനയ്ക്ക് 500 ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ആയുധങ്ങളുള്ളത് റഷ്യക്കാണ്, അത് കഴിഞ്ഞ് US-നാണ്, അത് കഴിഞ്ഞ് ചൈനയ്ക്കാണോ എന്ന് എനിക്ക് അറിയില്ല. എനിക്കൊന്ന് ഫ്രാൻസിനൊക്കെ അതിനേക്കാളും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ത്യക്ക് കൊണ്ട് കുറെ ന്യൂക്ലിയർ വാർഹെഡ്സ് അതിന്റെ കണക്കാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നീട് പിന്നെ വേറെ ഒന്നുമില്ല. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ ഇന്ത്യയുടെ ടാക്സ് കളക്ഷൻ കൂടുന്നതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസ് ആണ്. ഇന്ത്യയുടെ ടാക്സ് കളക്ഷൻ ഹ്യൂജ്ലി improving quarter after quarter. Last year also India made a record collection in direct taxes and indirect taxes. Indirect tax means GST collection. Direct tax എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, STT എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാക്സ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫീൽഡാണ് STT means സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. STT എന്താണ്? സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. STT അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്താണെന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റിൽ പോയി നമ്മൾ ഷെയർ ബൈ ചെയ്യും സെല്ല് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് അവർ പിടിക്കും. ഒരു ചെറിയ ടാക്സ്, നമ്മൾ അറിയത്തോലുമില്ല. പക്ഷേ കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസ് ആണ് ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയർ മാർക്കറ്റ് ഈസ് ബൂമിങ് ആൻഡ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആർ ഫ്ലോക്കിംഗ് ടു സ്റ്റോക്ക് മാർക്കറ്റ്. ദാറ്റ്സ് വൈ ഗവൺമെന്റ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ STT കളക്ഷൻസ്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് കളക്ഷൻ. അത് കൂടുന്നു. ആൾക്കാരുടെ പേഴ്സണൽ ഇൻകം ടാക്സ് പേയ്മെന്റ് കൂടുന്നു. കോർപ്പറേറ്റ് ടാക്സ് പക്ഷേ കുറയുന്നു എന്നുള്ള രീതിയിലൊരു ന്യൂസ് ആണ്. അപ്പൊ എന്തായാലും ഇന്ത്യയിലെ ഡയറക്ട് ടാക്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഡയറക്ട് ടാക്സ് ഏതൊക്കെയാണ്? ഇൻകം ടാക്സ്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ഇങ്ങനെ കുറെ സംഭവങ്ങളാണ് ഡയറക്ട് ടാക്സ്. ഇന്ത്യ ടാക്സ് GST. പിന്നെ ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഫിച്ച് ഇന്ത്യയുടെ GDP ഈ വർഷം 7.2% ഗ്രോ ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്. വേണമെങ്കിൽ എഴുതി വെച്ചോ. ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ഫിച്ച്. അവർ പറഞ്ഞേക്കുന്നത് ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഈ വർഷം 7.2% ആയിരിക്കും. പിന്നെ അവിടെ വേറെ ഒന്നും പറയാനില്ല. വേറെ ഒന്നും അവിടെ പറയാനില്ല. ഇനി അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരെണ്ണമായ തായ്ലൻഡ് സെയിം സെക്സ് മാരേജിനെ ലീഗലൈസ് ചെയ്തു. ഇന്ത്യയിൽ സെയിം സെക്സ് മാരേജ് ലീഗലൈസ്ഡ് അല്ല, പക്ഷെ ഇന്ത്യയിൽ സെയിം സെക്സ് എന്ന് പറയുന്നത് ക്രിമിനൽ അല്ല. ഇന്ത്യയിൽ അത് ക്രിമിനൽ അല്ലെങ്കിലും മാരേജിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അവരത് അനുവദിച്ചില്ല. പക്ഷേ സെയിം സെക്സ് മാരേജ് തായ്ലൻഡിൽ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ആസിയാൻ രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് തായ്ലൻഡ് വരുന്നത്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് തായ്ലൻഡ്. 10 നേഷൻസ് ഉണ്ട് ആസിയാനിൽ. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൽ 10 നേഷൻസ്. തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, സിംഗപ്പൂര്, ബ്രൂണെ, മ്യാൻമർ, ഇതെല്ലാം അതിലുള്ളതാണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജക്കാർത്തയാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഈ 10 രാജ്യങ്ങളിൽ ആകെപ്പാടെ തായ്ലൻഡിൽ മാത്രമേ സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്തിട്ടുള്ളൂ. അതും പഠിച്ചു വെച്ചേക്കാം. ആസിയാൻ രാജ്യങ്ങളിൽ only one country legalized same sex marriage, that is Thailand. തായ്ലൻഡിന്റെ ക്യാപിറ്റൽ ഏതാണ്? ബാങ്കോക്ക്.
പിന്നെ ജയശങ്കർ ടു റിവ്യൂ പ്രോഗ്രസ് ഓഫ് പ്രോജക്ട്സ് ഡ്യൂറിംഗ് ശ്രീലങ്ക വിസിറ്റ്. ജയശങ്കർ ശ്രീലങ്ക വിസിറ്റ് ചെയ്യാൻ പോകുന്നു. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ട് സെക്കൻഡ് ടൈമും അധികാരമേറ്റതിനു ശേഷം ജയശങ്കർ ഈസ് ഗോയിങ് ടു വിസിറ്റ് ഇന്ത്യസ് നെയ്ബറിംഗ് കൺട്രി ശ്രീലങ്ക ആൻഡ് ഹി ഈസ് ഗോയിങ് ടു മീറ്റ് ദ പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക റാനിൽ വിക്രമസിംഗെ. യെസ്റ്റർഡേ റാനിൽ വിക്രമസിംഗെ സ്റ്റേറ്റഡ് അബൌട്ട് എ land connectivity between India and Sri Lanka. Sometimes it is going to happen in the near future itself. Sri Lanka is an archipelago. Currently we are having only air connectivity and sea connectivity to Sri Lanka. ഇനി ലാൻഡ് കണക്ടിവിറ്റി ഉണ്ടാക്കണമെങ്കിൽ സീ ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരും, നടക്കും. പിന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ മേക്സ് എ റെയർ വിസിറ്റ് ടു നോർത്ത് കൊറിയ ആൻഡ് ഓൾഡ് അലൈ എന്നൊരു ന്യൂസ് കാണാം. അതായത് നോർത്ത് കൊറിയ ഒരു ലോകത്തിൽ അങ്ങനെ ആരും വലിയ റിലേഷൻ ഇല്ലാത്ത രാജ്യമാണ് നോർത്ത് കൊറിയ. നമുക്ക് എല്ലാവർക്കും അറിയാം. സൗത്ത് കൊറിയ ഈസ് എ വെരി booming economy. At the same time, North Korea, it is a communist nation and it is a communist autocracy. കമ്മ്യൂണിസ്റ്റ് ഒന്നും പറയാൻ പറ്റൂലാത്ത ഒരു ഓട്ടോക്രസിയാണ് നോർത്ത് കൊറിയ. കിം ജോങ് ഉൺ ആണ് അവിടുത്തെ പ്രസിഡന്റ്. കിം ജോങ് ഉൺ. ഈ നോർത്ത് കൊറിയയായിട്ട് പൊതുവെ രാജ്യങ്ങൾക്ക് ബന്ധമില്ല. പക്ഷെ റഷ്യ നൗ ഐസൊലേറ്റഡ് ബിക്കോസ് ഓഫ് റഷ്യ യുക്രൈൻ വാർ. അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യ ഇപ്പോൾ നോർത്ത് കൊറിയയായിട്ട് നല്ല ബന്ധമാണ്. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉൺ കഴിഞ്ഞ വർഷം റഷ്യ വിസിറ്റ് ചെയ്തു. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പൊ നോർത്ത് കൊറിയ വിസിറ്റ് ചെയ്യാൻ പോയേക്കുന്നു. ഇതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. പിന്നെ യൂറോ കപ്പ് ജർമ്മനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. യൂറോ കപ്പ് എവിടെയാണ് നടക്കുന്നത്? ജർമ്മനിയിൽ യൂറോ കപ്പ് നടക്കുന്നു. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ T20 മീറ്റിംഗ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്നത്, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ നീരജ് ചോപ്ര, ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂസ് ഫോർ ഇന്ത്യ. നീരജ് ചോപ്ര വൺ ഗോൾഡ് മെഡൽ ഇൻ പാവോ നൂർമി ഇന്റർനാഷണൽ അത്ലറ്റിക്സ് മീറ്റ്. പാവോ നൂർമി എന്ന് പറഞ്ഞ വേൾഡിലെ ലെജൻഡറി ആയിട്ടുള്ള അത്ലറ്റ് ആയിരുന്നു. ജെസ്സി ഓവൻസിന്റെ ഒക്കെ പീരീഡിൽ സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയത്ത് ലോകത്തിലെ ഫേമസ് അത്ലറ്റുകളിൽ ഒരാളായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. പാവോ നൂർമി ഫിൻലാൻഡുകാരനാണ്. ഫിൻലാൻഡ്. ജെസ്സി ഓവൻസ് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തുള്ളൊരു ലെജൻഡറി അത്ലറ്റ് ആയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കുറെ പറയണ്ട. പുള്ളിയെ കുറിച്ച് കുറെ കഥകൾ എനിക്കറിയാം. അതിന് ടൈമില്ല. എന്തായാലും നീരജ് ചോപ്ര പാവോ നൂർമി ഇന്റർനാഷണൽ അത്ലറ്റിക് മീറ്റ് ഫിൻലാൻഡിൽ നടന്നതിൽ ഗോൾഡ് മെഡൽ നേടുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. കാരണം ഒളിമ്പിക്സ് അടുത്ത മാസം വരെയാണ് നീരജ് ചോപ്ര ഫോമിൽ തുടരുന്നത്. പിന്നെ ഇവിടെ ഒന്നും പറയാനില്ല. ഓക്കെ, ഫസ്റ്റ് പേജ് ഒന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് പേജ് ഞാൻ ഡിസ്കസ് ചെയ്യാഞ്ഞത് ഇതാണ്, റെയിൽവേയുടെ അപകടത്തിനെ കുറിച്ച്, കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ അപകടത്തിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ വേറെ ഒന്നും അവിടെ പറയാനില്ല. പിന്നെ നീറ്റിലെ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെയാണ്. പിന്നെ അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. ഞാൻ നോക്കി ഇതിലൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാനില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ വീണ്ടും എഗെയിൻ പൊളിറ്റിക്കൽ ന്യൂസ്. അതിനടുത്ത പേജ് പോകുമ്പോൾ എഗെയിൻ സേന ഫാക്ഷൻസ് ഗിയർ അപ്പ് ഫോർ ഫൗണ്ടേഷൻ ഡേയ്സിൽ 2 സേന ഉണ്ടല്ലോ ശിവസേന. ഇപ്പൊ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുണ്ട്, മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഉള്ള അടിയെ കുറിച്ചൊക്കെയാണ്. ബാക്കി ഇവിടെ തൊട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവരും കറണ്ട് അഫയേഴ്സ് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ കമന്റ്സ് എല്ലാം പറയുക. പലരും കമന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുക, അങ്ങനെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.